ഹലോ ഫ്രണ്ട്സ്, സാർലാൻഡിലെ നമ്മുടെ യാത്രയിലെ സെക്കൻഡ് എപ്പിസോഡ് നമുക്ക് ഇവിടെ ആരംഭിക്കാം. ജർമ്മനിയിലെ ഒരു ചെറിയ ഒരു സ്റ്റേറ്റുകളിൽ ഒന്നാണ് സാർലാൻഡ്. ഈ സാർലാൻഡ് എന്ന സ്റ്റേറ്റിലെ സാർബ്രുക്കൻ എന്ന സിറ്റിയിലേക്കാണ് നമ്മുടെ യാത്ര. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കണ്ടിരുന്ന രസകരമായ കാഴ്ചകൾ വീഡിയോ ചെയ്തിരുന്നു. സാർലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ സാർബ്രുക്കനിലേക്കുള്ള നമ്മുടെ യാത്രയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ട്രെയിൻ യാത്ര തുടരുകയാണ്. സാർബ്രുക്കൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 1909 3 സിറ്റികളും കൂടെ ഒരുമിച്ച് മെർജായതിന് ശേഷമാണ് ഈ സാർബ്രുക്കൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് സെൻറ്റ് യോഹാൻ ദി സാർ എന്ന സിറ്റി, അതുപോലെ തന്നെ മാൽസ്റ്റാറ്റ് ബുർബാഷ് എന്ന സിറ്റി, പിന്നെ സാർബ്രുക്കൻ എന്ന സിറ്റിയും കൂടെ ഒരുമിച്ചാണ് ഈ ഒരു സാർബ്രുക്കൻ എന്നൊരു ഒറ്റൊരു സിറ്റിയായിട്ട് മാറിയിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മോണുമെൻറ്റ്സും അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലാറ്റ്സൊക്കെയാണ്. പിന്നീട് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു സ്റ്റീൽ ഫാക്ടറിയാണ്, അതായത് ഫോൾക്ലിംഗനിലുള്ള ഒരു സ്റ്റീൽ വർക്ക്സ് ഫാക്ടറിയാണ്. ഇതിപ്പോൾ ഒരു മ്യൂസിയം ആയിട്ടാണ് നിലകൊള്ളുന്നത്. യുനെസ്കോയുടെ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ഒരു വലിയൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സൈറ്റാണത്. പിന്നെയുള്ളത് ഈ ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെയാണ്. ഇത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ക്രിസ്മസ് മാർക്കറ്റെല്ലാം വളരെ വിപുലമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വരുന്നത്. അങ്ങനെ നമ്മൾ ഒരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. സെൻറ്റ് ഇൻബർട്ട് എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര്. ഇപ്പോൾ സൈക്കിളൊക്കെ വെച്ചിട്ട് ട്രെയിനിലേക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരെയും അതുപോലെ തന്നെ മറ്റു യാത്രക്കാരെയും നമുക്ക് ഇവിടെ കാണാം. ഈ ഒരു സ്റ്റേഷനിൽ പലരും ഇറങ്ങുന്നുണ്ടായിരുന്നു, മറ്റു ചിലർ ഈ ഒരു ട്രെയിനിലേക്ക് കയറുന്നവരും ഉണ്ടായിരുന്നു. നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിലെ വീഡിയോ നമുക്കധികം അങ്ങനെ എടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം മറ്റുള്ളവരുടെ ഒരു സ്വകാര്യത നമ്മൾ മാനിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ അങ്ങനെ എടുക്കുന്നില്ല. മാക്സിമം നമ്മൾ പുറത്തെ ഈ ഒരു വീടുകളുടെ കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ കൂടുതലും ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കിയത്. അങ്ങനെ ഞങ്ങൾ സാർബ്രുക്കൻ എന്ന് പറയുന്ന ആ സ്റ്റേഷനിലെത്തി. ഈ ഒരു സ്റ്റേഷൻ ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റേഷനാണ്. അപ്പോൾ ഞങ്ങൾ വന്ന ആ ഒരു ട്രെയിൻ അവിടെ കിടക്കുന്നുണ്ട്. പിന്നീട് പലരും ഇവിടുന്ന് ട്രെയിൻ മാറി കയറി പോകുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങൾ വന്ന ഒരു ട്രെയിനിൽ ഒട്ടുമിക്ക യാത്രക്കാരും ഈ ഒരു സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. 1852 ഓപ്പണായ ഈ സാർബ്രുക്കൻ റെയിൽവേ സ്റ്റേഷൻ സെക്കൻഡ് വേൾഡ് വാറിൽ 80% ഡിസ്ട്രോയ് ആക്കപ്പെട്ട ഒരു ചരിത്രം കൂടെ നമുക്ക് വിക്കിപീഡിയയിലൂടെ വായിക്കാനായിട്ട് സാധിക്കും. സാർലാൻഡിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് സാർബ്രുക്കനിൽ നമുക്ക് കാണാൻ സാധിക്കാം. 10ഓളം പ്ലാറ്റ്ഫോമുകളാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെ ട്രാമിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോംസും അതിൻ്റെ മുൻപിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു ട്രെയിൻ നമ്മൾ വന്ന ട്രെയിനിന് ഡിറ്റാച്ച് ചെയ്തു, അതായത് കൊണ്ട് ഡിറ്റാച്ച് ആവുകയാണ്. ആ ഒരു ട്രെയിൻ ഡിറ്റാച്ച് ആയതുകൊണ്ട് കോബ്ലാൻസിലേക്കാണ് ആ ഒരു ട്രെയിൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വന്ന ട്രെയിൻ 2 ട്രെയിനുകളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളൊരു ട്രെയിനായിരുന്നു നമ്മൾ വന്നത്. അപ്പോൾ ആ 2 ട്രെയിൻ ഇവിടെ എത്തി ഒരുമിച്ചാണ് വന്നത്. അതിനുശേഷം കൊബ്ലാൻസിലേക്കുള്ള ട്രെയിൻ മാത്രമാണ് ഇവിടെ നിന്ന് പോകുന്നത്. അതായത് 2 ട്രെയിനുകളായിട്ട് ഒരുമിച്ച് വന്ന് സാർബ്രുക്കനിൽ എത്തിയതിന് ശേഷം കൊബ്ലാൻസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ട്രെയിൻ മാത്രമാണ് പോകുന്നത്. അപ്പോൾ ആ കൊബ്ലാൻസിലേക്ക് യാത്രക്കാരുടെ എണ്ണം കുറവായതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ റെയിൽവേയുടെ ആ ഒരു എഫിഷ്യൻസിയാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ടത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അണ്ടർപാസിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇത് മെയിൻ വഴി അല്ല, ഇതല്ല ശരിക്കുള്ള മെയിൻ വഴി. ഞങ്ങൾ എളുപ്പത്തിന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കടക്കാനായിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ഇറങ്ങാനായിട്ട് ഈ വഴി വന്നതാണ്. ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മറ്റു പാർട്ടികളുടെയോ അതോ മറ്റ് ഈ എന്താ പറയുക ഇലക്ഷൻ പരമായിട്ടുള്ള
പോസ്റ്ററുകളോ അല്ല ഇവിടെ അവർ വെച്ചിരിക്കുന്നത്. അവരുടെ ആ ഒരു ട്രെയിൻ യാത്രേനെ കുറിച്ചിട്ടുള്ള പോസ്റ്ററുകളും അതുപോലെ തന്നെ ആ ഒരു ഡേ ബേ എന്ന് പറയുന്ന ആ ഒരു സർവീസിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുമുള്ള വിവരണങ്ങളും പിന്നെ ഇവിടെ നിന്ന് തുടങ്ങുന്ന ട്രെയിനുകളുടെ സമയ ക്രമങ്ങളും അതുപോലെയുള്ള വിവരണങ്ങളുമാണ് അവിടെ നോട്ടീസ് ബോർഡിലൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് പുറത്തേക്ക് ഇറങ്ങി. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അത് ഒരു ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള ബാനുകളൊക്കെ പോകുന്നുണ്ട്. ഇതാണ് സാർബ്രുക്കനിലെ ഹോപ്റ്റ് ബാനോഫ് എന്ന് പറയുന്ന മെയിൻ സ്റ്റേഷൻ. ഫ്രണ്ട്സ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് ഒരു ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കടന്നത്. അപ്പോഴാണ് ഈ ഒരു ഷോപ്പ് കണ്ടത്. അവിടെ ഇതുപോലെയുള്ള ബ്രെഡിൻ്റെ വിവിധ തരം ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. ചെറിയ ടൈപ്പ് പിസ്സ, അതുപോലെ തന്നെ ബ്രെഡിൻ്റെ പലതരം വെറൈറ്റി സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അവർ വന്നത്. സോ ലോയ്ഡും ഗിൽസയും ലിയോണയും അതുപോലെ തന്നെ ജീവയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു പിന്നീട്. അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങി സ്റ്റേഷൻ്റെ മുന്നിലൂടെ അങ്ങനെ നടക്കാനായിട്ട് ആരംഭിച്ചു. ഇതാണ് ഞങ്ങളുടെ ടീം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെറിയൊരു സെൽഫി, ഫോട്ടോ, വീഡിയോ ഒക്കെ പോസിങ് ചെയ്യാനായിട്ട് അങ്ങനെ ഒന്ന് ക്യാമറ തിരിച്ചതാണ്. ഈ പോകുന്ന വഴിയുടെ തൊട്ടടുത്ത് കാണുന്നതാണ് ഗാലറിയ മാള്. അതായത് സാർബ്രുക്കനിലെ തന്നെ ഒരു വലിയൊരു മാള് തന്നെയാണത്. അപ്പോൾ ഈ മാളിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളും ഞങ്ങൾ ഒരു ചെറിയൊരു വിസിറ്റ് നടത്താനിടയായി. ഇപ്പം ഞങ്ങൾ നടക്കുന്നത് അത് ലിയോണയാണ് കേട്ടോ. ലിയോണ, പിന്നെ ചിങ്കാരി. അപ്പോൾ എല്ലാവർക്കും ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട് ചെറിയൊരു മടിയാണ്. എന്നിരുന്നാലും അങ്ങനെ മുന്നോട്ട് നടന്നു. ആ കാണുന്നതൊക്കെ ഇവിടുത്തെ വലിയ ഹോട്ടലുകളിൽ ഒന്നാണ്, H2 ഹോട്ടൽ. അതുപോലെ തന്നെ ഒട്ടുമിക്ക പ്രമുഖമായ ബ്രാൻഡഡ് ഹോട്ടലുകളെല്ലാം ഈ ഒരു സ്ട്രീറ്റിൻ്റെ 2 സൈഡുകളിലുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങളുടെ നടത്തം തുടർന്നു. ഇന്ന് മഴയായത് കാരണം കൊണ്ടായിരിക്കാം സ്ട്രീറ്റിലെല്ലാം ആളുകളുടെ ഒരു ബാഹുല്യം ഉണ്ടായിരുന്നില്ല. വളരെ കുറവ് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് പ്രിമാർക്ക് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ്. പ്രിമാർക്ക് ഇവിടെ ജർമ്മനിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. നമ്മുടെ നല്ല വിൻ്റർ അതുപോലെ തന്നെ സമ്മർ സീസൺ ആയാലും അതുപോലെ അതിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ക്വാളിറ്റി ഡ്രസ്സൊക്കെ ഈ പ്രിമാർക്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് ഇവിടുത്തെ ഈ പ്രിമാർക്ക് സ്ഥിതി ചെയ്യുന്നത് ബാനോഫ് സ്ട്രാസയിലാണ്. അങ്ങനെ ബാനോഫ് സ്ട്രാസയിലെ രാത്രികാല ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Lazy spin, busy streets where the life begins. City's hum feels like violins. In this morning dance we all win. Twilight dark somewhere far away. പ്രിമാർക്കിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഗാലറിയ മാളിലേക്കാണ്. ഗാലറിയ മാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ഹോപ്റ്റ് ബാനോഫിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗാലറിയ മാള്. ഇവിടെ ഒരുപാട് ഷോപ്പിങ്ങിന് വേണ്ട ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സ്, അതുപോലെ നമുക്കുള്ള കുട്ടികൾക്ക് വേണ്ട രീതിയിൽ കളിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ടോയ് ഷോപ്പുകൾ അതൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞങ്ങൾ ഇനി നേരെ തിരിച്ച് ലോയ്ഡിൻ്റെയും ഗിൽസയുടെയും വീട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ ഫോൾക്ലിംഗനിലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്തത്.
falling in at അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഉപ്പുമാവാണ്, പിന്നെയുള്ളത് ആപ്പിൾ, ഡേറ്റ്സ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ദോശ, പിന്നെ ഓഫ് കോഴ്സ് ബനാന, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു കോഫിയും കുടിച്ച് ലോയ്ഡിൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് യാത്ര ആരംഭിച്ചത്. ബുർഗ്രൂൺ കാസിലാണ് ഈ കാണുന്നത്, അതായത് ബുർഗ്രൂൺ സാർബർഗ് എന്നാണ് അവർ പറയുന്നത്. സാർബർഗിലെ ഒരു പ്രശസ്തമായ കാസിലാണ്. ഇപ്പോൾ കാസിലിൻ്റെ ഒരു വാച്ച് ടവറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാസിലിൻ്റെ തൊട്ടടുത്ത് കൂടെ പോകുന്ന റിവറും അതുപോലെ തന്നെ ആ ഒരു സിറ്റിയുടെ ഭാഗങ്ങളുമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാസിലിൽ കാണാൻ പോയ വിശേഷങ്ങളും അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ഉണ്ടായ എക്സ്പീരിയൻസുമാണ് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. സോ വാച്ച് ഓൺ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.